ലോകത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് 4 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോഴോ വരുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാന അവസരമാണ് വോട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മള് നമ്മൾ ലോജിക്ക് അനുസരിച്ചാണോ അതോ ഇമോഷൻസ് അനുസരിച്ചാണോ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത്? മനുഷ്യന്റെ മനുഷ്യ പ്രവർത്തനം ഉള്ള കാലം മുതലേ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ സൈക്കോളജിയിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് മനുഷ്യന്മാർ ഒരു വസ്തു 2 വസ്തു അവർക്ക് നൽകിയിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് മനുഷ്യൻ ഏത് തിരഞ്ഞെടുക്കും? ലോജിക്ക് അനുസരിച്ചാണോ ആ വസ്തു തിരഞ്ഞെടുക്കുന്നതോ ഇമോഷൻസ് അനുസരിച്ചാണോ ആ വസ്തു തിരഞ്ഞെടുക്കുന്നത് എന്നതിൽ സൈക്കോളജിയിൽ വിശാലമായ ഒരു പഠനം നടന്നിട്ടുണ്ട്. 1860 അമേരിക്കയിലെ അബ്രഹാം ലിങ്കണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു അവസരം. ഇന്ന് ലോകത്തുള്ളതുപോലെ DJ പാർട്ടിയോ തോരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ലോകത്തില്ല. അത്തരം ഒരു സന്ദർഭത്തില് അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലെ അബ്രഹാം ലിങ്കണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു അവസരം. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു വയോധികയായ ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു: അബ്രഹാം ലിങ്കണെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷെ അബ്രഹാം ലിങ്കൺ ആയിരിക്കും എന്റെ വോട്ട് എന്നുള്ളതാണ്. ആ സ്ത്രീ പറയാനുള്ള കാരണം അബ്രഹാം ലിങ്കന്റെ ആശയവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും എന്നെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും ആ സ്ത്രീ അബ്രഹാം ലിങ്കണെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അന്ന് അത് കാണാനുള്ള വഴികളോ മറ്റോ ഒന്നുമില്ലായിരുന്നു. ഇന്നത്തെ പോലെ ടെലിവിഷനോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ലായിരുന്നു. മറിച്ച് അബ്രഹാം ലിങ്കൺ ഉണ്ടാക്കിയ ആശയത്തെ സ്വാധീനം ചെലുത്തിയിട്ട് ആ ഇമോഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു ആ സ്ത്രീ അബ്രഹാം ലിങ്കന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു സ്വതന്ത്ര സമര കാലത്ത് ഗാന്ധിജിക്ക് പിന്നണിയായിട്ട് കേരളത്തിലെയും ഇന്ത്യയുടെ മറ്റു വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിലനിന്നത്. യഥാർത്ഥത്തിൽ അതൊക്കെ ഇമോഷൻസ് ബേസ് ചെയ്തിട്ടാണ്. ഗാന്ധിജിയുടെ സത്യാഗ്രഹങ്ങളും ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് ഗാന്ധിജിക്ക് പിന്നിൽ അണിനിരന്നത്.